പ്രിയ സ്നേഹിതരെ, 6 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ ചെറിയ സന്ദേശങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ഏവർക്കും നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തയിലും നമ്മുടെ അറിവിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അത് പ്രയോജനമാകുന്നു എന്നറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നാം ഒക്കെ ഒരു നല്ല സ്വഭാവത്തിന് ഉടമയാകണം, നല്ല വ്യക്തിത്വമുള്ളവരാകണം. എന്നെ ഒരാൾ കണ്ടാൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഒരാൾ ഒരു അഭിപ്രായം പറയേണ്ടി വന്നാൽ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് എന്നെക്കുറിച്ച് പറയണം എന്നല്ലേ നാം ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ സാഹചര്യങ്ങൾ പലപ്പോഴും ഇതിന് അനുവദിക്കാറില്ല. ചിലപ്പോഴൊക്കെ ചിലരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കയറി വരും. ചിലരോട് ഒരിക്കൽ ദേഷ്യം തോന്നിയാൽ പിന്നെ ആളിനെ കാണുമ്പോഴൊക്കെ ആ ദേഷ്യം നമ്മൾ വിട്ടുകളയാതെ കൊണ്ട് നടക്കും. ഇതൊക്കെ ഭാവിയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും, അത് രോഗമായി പരിണമിക്കും, നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ പ്രയാസങ്ങൾ, മറ്റൊരാളോടുള്ള വൈരാഗ്യം, ദേഷ്യം, കോപം, ക്രോധമൊക്കെ വിട്ടുകളയാതെ ഇരുന്നാൽ അത് നമ്മുടെ നെഞ്ചത്ത് വലിയൊരു പാറക്കഷ്ണം വെച്ചതുപോലെ, നമ്മുടെ തലയിൽ വലിയൊരു ചുമട് വെച്ചതുപോലെ ആയിരിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖകരമായ രീതിയിൽ വളരെ സാവധാനതയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല എന്നൊരു പരമാർത്ഥം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പലപ്പോഴും മാനസിക പിരിമുറുക്കം, പല തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നതിന് ഒരു കാരണം നമ്മുടെ ഉള്ളിൽ സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തത്, വൈരാഗ്യവും ദേഷ്യവും വെച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് ശാസ്ത്രം പോലും, വൈദ്യശാസ്ത്രം പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാം എത്രത്തോളം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, മറ്റുള്ളവരോടുള്ള വൈരാഗ്യം വിട്ടുകളയാൻ നമുക്ക് ശ്രമിക്കാം. ഇത് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് കഴിയാത്ത ആ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയാം. ദൈവമേ, അങ്ങയുടെ ശക്തി എനിക്ക് തരണമേ, ആ ശക്തി കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള പ്രയാസങ്ങളൊക്കെ വിട്ടുപോകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ ദൈവം നിശ്ചയമായും നമ്മെ സഹായിക്കും. ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് കിട്ടിയാൽ ആ കളിമണ്ണിനെ ഏത് തരത്തിലുള്ള ഒരു മൺകുടമാക്കി എടുക്കണമെന്ന് കുശവൻ തീരുമാനിച്ചിട്ട് ആ കളിമണ്ണിനെ കുഴച്ച് രൂപപ്പെടുത്തി അത് ചക്കിന്മേൽ വെച്ച് ഉരുട്ടി പാകപ്പെടുത്തി അത് നല്ലൊരു തൻ്റെ മനസ്സിലുള്ള ഒരു മൺകുടം പോലെ ആക്കിയെടുക്കുന്നു എന്നുള്ളത് നാം അറിയുന്നു. ഇതേപോലെ ദൈവവും നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ദൈവത്തിൻ്റെ കണക്കൂട്ടിലനുസരിച്ച് നമ്മളെ ആക്കിയെടുക്കുവാൻ പലപ്പോഴും പല സാഹചര്യങ്ങളിലൂടെ കടത്തിവിടും. അത് കടത്തിവിടുന്നത് ഒരിക്കൽ നമ്മൾ തകർന്നു പോകണം, ഇല്ലാതാകണം, നമ്മൾ ദുസ്വഭാവമുള്ളവരായി നല്ലൊരു മനുഷ്യനല്ലാതാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം നാം എല്ലാവരും സ്നേഹം, അന്യോന്യം സ്നേഹവും സഹകരണവും ഉള്ളവരാകണം. സമാധാനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, സന്തോഷം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ വിട്ടുകളയണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പണിയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമേ എന്നെ പണിതെടുക്കണമേ. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ തരുന്നു. ദൈവം എന്നെ പണിതെടുക്കണമേ. ഏതെല്ലാം രീതിയിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നല്ല മനുഷ്യനായി തീരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് പറയാം. നിശ്ചയമായും ദൈവം അതിന് സഹായിപ്പാൻ കഴിവുള്ളവനാണ്, സർവശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും, രൂപാന്തരപ്പെടുത്തും, നല്ല വ്യക്തിത്വത്തിനുടമയാകും. ഒരു വാക്യം ഈ തരുണത്തിൽ നിങ്ങളത് വായിച്ച് കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യം ആകുന്നു. ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല, ദൈവം കേൾക്കുന്നോ എന്നറിയത്തില്ല എന്നൊക്കെ പറയും. എന്നാൽ വേദപുസ്തകത്തിലെ ഈ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, ജീവനുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന, അപേക്ഷ കേൾക്കുന്നു. അത് നമ്മുടെ ഒരു ധൈര്യമാണ്. ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, ജീവിക്കുന്ന ഒരു ദൈവം എനിക്ക് ഉത്തരം തരുന്നു എന്നുള്ളത് നമ്മുടെ ധൈര്യമാണെന്ന്
വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുകയാണ്, നാം എന്ത് അപേക്ഷിച്ചാലും ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ ദൈവത്തോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പോൾ ദൈവത്തോട് ഞാനൊരു കാര്യം ചോദിച്ചു, ആ കാര്യം ചോദിച്ചു, ദൈവം കേട്ടു എന്ന് എനിക്കറിയാം. കാരണം ജീവനുള്ള ദൈവമാണ്, എൻ്റെ അപേക്ഷ കേൾക്കാൻ കഴിയുന്ന ദൈവമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നാം ഒരു കാര്യം കൂടെ ഉറപ്പിക്കണം, എൻ്റെ അപേക്ഷ കേട്ട ദൈവം എൻ്റെ ആഗ്രഹപ്രകാരം എന്നെ നല്ലൊരു മനുഷ്യനാക്കിയെടുക്കാൻ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി തന്ന് എന്നെ സഹായിക്കും എന്നുള്ളത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തോട് ചോദിക്കാം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. നല്ല മനുഷ്യനായി സമൂഹത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.